ഇക്കഴിഞ്ഞ മെയ് 4-ന് ഖേലോ ഇന്ത്യ യൂത്ത് സ്പോർട്സ് പരിപാടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലേക്ക് നടത്താനിരുന്ന യാത്ര മാറ്റിവെച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥിരം ബീഹാർ വഴി കറങ്ങുന്ന മോദി വിമർശനം ശക്തമായതോടെ യാത്ര പോലും മാറ്റിവെക്കുകയായിരുന്നു. ഇന്ത്യ സഖ്യം മോദിയുടെ യാത്രയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ബീഹാർ പിടിക്കാൻ ഇത്തരം യാത്രകൾ നടത്തുന്ന മോദിയെയാണ് ഇന്ത്യ വിമർശിച്ചത്. പിന്നാലെയാണ് യാത്ര മാറ്റിവെക്കാൻ മോദി തീരുമാനിച്ചതും. ഒടുവിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മോദി ചെയ്തത്. നേരിട്ട് പങ്കെടുത്തിരുന്നുവെങ്കിൽ അത് വളരെയധികം അനുകൂല ഘടകമായിരുന്നു എന്നും BJPക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും യാത്ര മാറ്റിവെക്കുവാൻ തീരുമാനിച്ചതിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ വിമർശനം ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പൊതുജനങ്ങളുമായുള്ള സമ്പർക്കവും യുവ കായിക താരങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിനുമുള്ള അവസരവുമാണ് ഇതിലൂടെ മോദിക്ക് നഷ്ടമായത്. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേള വിഭാവനം ചെയ്തിരിക്കുന്നത്. ഡൽഹിക്ക് പുറമെ പട്ന, രാജ്ഗർ, ഗയ, ഭഗൽപൂർ, ബക്സുരായി എന്നിവിടങ്ങളിലാണ് പരിപാടി നടക്കുന്നതിൽ നിന്ന് തന്നെ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. മാർച്ച് 24-നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ തേജസ്വിയുടെ നേതൃത്വം അംഗീകരിക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നുവെങ്കിലും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഇല്ലാതാക്കുവാനും യോജിച്ച പ്രവർത്തനത്തിലേക്ക് നീങ്ങുവാനും പ്രേരിപ്പിച്ചത് മോദിയുടെ പുതിയ നിലപാടുകൾ തന്നെയായിരുന്നു. തേജസ്വി യാദവിന് പുറമെ മനോജ് ഝാ, CPI സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെ, CPI MLA ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ, CPI-M സംസ്ഥാന സെക്രട്ടറി ലലൻ ചൗധരി, കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് കുമാർ, AICC ചുമതലയുള്ള കൃഷ്ണ അല്ലാവരു, മുകേഷ് സഹാനി തുടങ്ങിയ നേതാക്കളാണ് ഇന്ത്യ സഖ്യത്തെ ബീഹാറിൽ നയിക്കുന്നത്. ഇന്ത്യയെയും BJPയെയും പരാജയപ്പെടുത്താൻ ഒരുമിച്ച് പൊരുതാൻ തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യ സഖ്യം നൽകുന്നുണ്ട്. കാവിപ്പട അഴിച്ചുവിടുന്ന അഭ്യൂഹങ്ങൾക്ക് സ്ഥാനമില്ല എന്നും സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ ഭിന്നതയില്ല എന്നും പ്രാദേശിക തലം വരെ ഒറ്റക്കെട്ടായെന്നുമുള്ള സന്ദേശം നൽകിക്കൊണ്ട് മഹാറാലികൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. പഞ്ചായത്ത്, ജില്ലാ തലങ്ങളിൽ വരെ ഇന്ത്യ സഖ്യം സംയുക്ത പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മഹാസഖ്യം സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് പ്രതിപക്ഷം വലിയ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 7 ലക്ഷം പേർക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചു നൽകിയത് ഉൾപ്പെടെ 17 മാസത്തെ മഹാസഖ്യ സർക്കാരിന്റെ നേട്ടങ്ങൾ അനവധിയായിരുന്നുവെന്നും രാഷ്ട്രീയ ജനതാദൾ ലോക്സഭാ അംഗം മനോജ് ഝാ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് അവരുടെ നേതാവ് ആരാണെന്നറിയാം. തങ്ങൾക്കിടയിലും നേതാവിനെ കുറിച്ച് ഒരാശയക്കുഴപ്പമില്ല എന്നും ആ നേതാവ് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നും ഇടതു സംഘടനകൾ കൂടി പറയുന്നുണ്ട്. കോൺഗ്രസ് RJD നേതൃത്വം ഇടതു സംഘടനകൾ അംഗീകരിച്ചതോടെ ഇന്ത്യ സഖ്യത്തിന് മുന്നിലുള്ള അവസാന പ്രതിബദ്ധതകളും തകർന്നു വീണു കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിരോധത്തിലായ നിതീഷ് കുമാറിനെയും സംഘത്തിനെയും ബീഹാറിൽ നിന്നും ഓടിക്കുവാനുള്ള അവസരമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും ഇന്ത്യ സഖ്യം പറയുന്നുണ്ട്.